ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ആറാമത്തെ പാഠമായിട്ടുള്ള വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാട്ട് ആർ ക്ലൈമാറ്റിക് റീജിയൻസ്, എന്താണ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് നോക്കാം. റീജിയൻസ് ഓൺ ദി എർത്ത് സർഫസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കോൾഡ് ക്ലൈമാറ്റിക് റീജിയൻസ്. അതായത് നമ്മുടെ ഭൂമിയിലുള്ള എർത്ത് സർഫസിലുള്ള റീജിയൻസ് ഒരേ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരേപോലത്തെ ഈ ഒരു കാലാവസ്ഥയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഒരേപോലത്തെ കാലാവസ്ഥയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്ലൈമാറ്റിക് റീജിയൻസ്. ഓക്കെ, അപ്പൊ നമുക്കതിനെ കുറച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ്. അപ്പൊ ആദ്യത്തെ ടോപ്പിക്, ആദ്യത്തെ കാലാവസ്ഥ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ് ആണ്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കൂ. ദിസ് പിക്ചർ ഡെപിക്ട്സ് ദ പിഗ്മീസ്. ഇത് പിഗ്മീസ് ആണ്. ഗെറ്റിംഗ് റെഡി ടു ഹണ്ട്. അവര് ഹണ്ടിങ്ങിന് വേണ്ടി പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദേ യൂഷ്വലി ഹാവ് എ ഷോർട്ട് സ്റ്റാച്ചുർ. ഉയരം കുറഞ്ഞ പ്രകൃതം ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഡാർക്ക് കോംപ്ലക്ഷൻ, ഇരുണ്ട നിറമാണ് അവർക്കുള്ളത്. കസാവ ഈസ് ദിയർ സ്റ്റാപ്പിൾ ഫുഡ്, അല്ലെങ്കിൽ കൊള്ളി ഉണ്ടല്ലോ, ടപ്പിയോക്കയാണ് അവരുടെ മെയിൻ സ്റ്റാപ്പിൾ ഫുഡ്. ദേ ഓൾസോ ഈറ്റ് 100 മീറ്റ് ആൻഡ് ഗ്യാതേർഡ് ഫ്രൂട്ട്. അവര് 100 മീറ്റും കഴിക്കും. അതായത് അവര് വേട്ടയാടി കൊണ്ടുവരുന്ന മാംസം ഉണ്ടല്ലോ, അതും കഴിക്കും. അതുപോലെ തന്നെ ദേ ഗ്യാതേർഡ് ഫ്രൂട്ട്സ്. അവര് ഫ്രൂട്ട്സ് ഗ്യാതർ ചെയ്യും, അതായത് അവര് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യും. ദേ ഓഫൺ വിയർ ഡീർ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്സ്. അവരെന്ത് ഡ്രസ്സാണ് ധരിക്കുന്നത്? ഡീർ സ്കിൻ, അതായത് ഈ ഒരു മാനിന്റെ ഒക്കെ ഒരു സ്കിൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ലീവ്സ്, ഇലകളൊക്കെ ആയിട്ടാണ് അവർ ധരിക്കുന്നത്. They built semi-circular houses out of branches of trees and broad leaves. അവരിങ്ങനെ സെമി സർക്കുലർ, അതായത് ഫുൾ സർക്കിൾ അല്ല, പകുതി സർക്കിൾ ആയിട്ടുള്ള ഒരു ഹൗസ്, വീടുകളാണ് അവർ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് അവർ വീടുകൾ ഉണ്ടാക്കുന്നത്? ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, അതായത് ട്രീസിന്റെ, മരത്തിന്റെ ചില്ലകളും, ബ്രോഡ് ലീവ്സ്, അങ്ങനെ വീതി കൂടിയ ഇലകളൊക്കെ വെച്ചിട്ടാണ് അവർ വീടുണ്ടാക്കുന്നത്. They dearly love and care for the forest. അവർക്ക് കാട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഇഷ്ടമാണ്. അവർക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോറസ്റ്റ്. അപ്പൊ ഇതാണ് ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ്. അപ്പൊ നമുക്ക് ഈ ഒരു കോങ്കോ ബേസിൻ, ആഫ്രിക്കയിലുള്ള കോങ്കോ ബേസിൻ, അവിടെയാണ് പിഗ്മീസ് സാധാരണയായിട്ട് താമസിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കോങ്കോ ബേസിനിൽ ഹൈ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. നല്ല അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആണ് ഉണ്ടാവുക, ഹൈ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആണ്. ഡെയിലി ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ആഫ്റ്റർനൂണിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നല്ല തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്ങോട് കൂടി മഴ ഉണ്ടാവും. ഇടിയും മിന്നലോട് കൂടിയിട്ട് മഴ ഉണ്ടാവാറുണ്ട് ഈ ഒരു കോങ്കോ ബേസിനിൽ, പിഗ്മീസ് താമസിക്കുന്ന കോങ്കോ ബേസിനിൽ. അതുപോലെ തന്നെ ഡൈവേഴ്സ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വാൻഡ ആൻഡ് സോ ഓൺ. അതായത് ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ, നല്ല തിക്കായിട്ടുള്ള വെജിറ്റേഷൻ ഉള്ള സ്ഥലമാണ്. അതേപോലെ വലിയ ട്രീസ്, ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, അങ്ങനെ വള്ളിച്ചെടികൾ ഉണ്ടല്ലോ അത്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വാൻഡ, ഇതൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് ഈ ഒരു കോങ്കോ ബേസിൻ. അതുപോലെ തന്നെ ഡൈവേഴ്സ് ഫോണ എന്ന് പറഞ്ഞാൽ ആനിമൽസിന്റെ ഒരു തിക്ക് വെജിറ്റേഷൻ, ഒരു തിക്കായിട്ടുള്ള കുറേ ആനിമൽസ് ആ ഒരു കോങ്കോ ബേസിനിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. You have already learned that the distribution of sunlight is not uniform everywhere. It is the proximity of these regions to the equator that causes above mentioned climatic peculiarities. അതായത് ഓരോ കാലാവസ്ഥയും അതിൻ്റെ ആ ഒരു ഓരോ സ്ഥലത്തെ ഓരോ റീജിയൻസിന് അനുസരിച്ചിട്ടാണ് ഒരു ക്ലൈമാറ്റിക് റീജിയൻസ് ഉണ്ടാവുക.
ക്ലൈമാറ്റിക് പെക്യൂലിയാരിറ്റീസ് ഉണ്ടാവുക. കാരണം ഓരോ റീജിയൻസിലും ഈ ഒരു സൺലൈറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെയല്ല. ഇക്വേറ്ററിന്റെ അവിടുന്ന് മാറും തോറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തോറും ഈ സൺലൈറ്റ് വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത് അതിന് മാറ്റം വരും. ഓക്കെ. Similar characteristics prevail in the Amazon River basin in South America and Southeast Asian countries like Malaysia and Indonesia. അതായത് ഇതേപോലെ ഇപ്പൊ നമ്മൾ കോങ്കോ ബേസിനിൽ പറഞ്ഞില്ലേ, അതേ ഒരു ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഈ ഒരു ആമസോൺ റിവർ ബേസിനിലുള്ള. അതായത് സൗത്ത് അമേരിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും മലേഷ്യ, ഇന്തോനേഷ്യയിലൊക്കെ ഈ ഒരു കോങ്കോ ബേസിനിൽ അതേപോലത്തെ ക്ലൈമറ്റ് തന്നെയാണുള്ളത്. The aboriginal tribes of Amazon River Basin in South America, the Semangs of Malaysia and Kubus and Dayaks of Indonesia are also forest dwellers like pygmies. അപ്പോൾ ഈ പിഗ്മീസിന്റെ പോലെയുള്ള aboriginal tribes ഈ ഒരു ഇതേപോലത്തെ ഇവര് ഫോറസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു സെമാങ്സ് ഓഫ് മലേഷ്യ. സെമാങ്സ് aboriginal tribes of Amazon River Basin. പിന്നെ അതുപോലെ തന്നെ സെമാങ്സ് ഓഫ് മലേഷ്യ, കുബൂക്സ് ആൻഡ് ദയാക്സ് ഓഫ് ഇന്തോനേഷ്യ. ഈ ഒരു പിഗ്മീസിന്റെ ആ ഒരു അതേപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു സ്ഥലങ്ങളിലുള്ള ആൾക്കാരും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിഗ്മീസിന്റെ പോലെ ബാക്കിയുള്ള ട്രൈബ്സിന്റെ ഒക്കെ പേര് എന്താണെന്ന് ചോദിക്കും. അടുത്തത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് എന്താണെന്ന് നോക്കാം. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഈ മുന്നേ പറഞ്ഞ പ്ലേസസ് എല്ലാം, ഈ above mentioned places, all places are located between 10 degree north and 10 degree south of the equator. ഇക്വേറ്ററിൽ നിന്ന് 10 degree northും 10 degree southും ആണ്. ഈ റീജിയൻസിന് പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഈ റീജിയൻസിന്റെ പേരെന്താണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതായത് ഈ കോൺഗോ ബേസിൻ, അതുപോലെ തന്നെ ഈ ഒരു ആമസോൺ റിവർ ബേസിൻ, പിന്നെ മലേഷ്യ, ഇന്തോനേഷ്യ, ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഈ ഒരു 10 degree നോർത്തും 10 degree സൗത്ത് ഓഫ് ഇക്വേറ്ററിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്ലൈമാറ്റിക് റീജിയനെ പറയുന്ന പേരാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ എന്തൊക്കെ മരങ്ങളാണ് ഉള്ളത് നോക്കാം. The equatorial climatic region is characterized by dense forest. Dense forest ആണ് അവിടെ ഉള്ളത്. With hardwood trees like mahogany, ebony, rosewood, etc. Hardwood trees ആയിട്ടുള്ള mahogany, ebony, rosewood ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ളത്. അപ്പൊ ഇനി ഇവിടുത്തെ ട്രീസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. The trees in these forests, ഈ ഫോറസ്റ്റ്, ഈ കാടുകളിലുള്ള ട്രീസ് ഡു നോട്ട് ഷെഡ് ദിയർ ലീവ്സ്, ഇവരുടെ ലീവ്സ് ഒന്നും പൊഴിയില്ല. എന്തുകൊണ്ടാണ്? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നല്ല കൂടുതലാണ് ഇവിടെ. അതുപോലെ തന്നെ ധാരാളം കോപ്പിയസ് റെയിൻഫോൾ, ധാരാളം റെയിൻ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രീസിലത്തെ ലീവ്സ് ഒന്നും പൊഴിയാത്തത്. Hence these forests are called equatorial evergreen forest. അതുകൊണ്ടാണ് ഈ ഒരു ഫോറസ്റ്റിനെ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. Why is this forest called equatorial evergreen forest എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഈ ലീവ്സിൽ do not shed leaves in trees in this forest do not shed their leaves owing to high atmospheric temperature and copious rainfall. Hence these forests are called equatorial evergreen forest. എപ്പോഴും ഗ്രീൻ ആയിരിക്കും, കാരണം ഇല പൊഴിയുന്നേ ഇല്ല. അതുകൊണ്ട് collecting forest resources is a major livelihood in equatorial climatic region. ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ മെയിൻ ലൈവ്ലിഹുഡ്, ജീവിതമാർഗം, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു റെയിൻ ഫോറസ്റ്റ്, അതായത് ഈ ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇവര് ജീവിക്കുന്നത്. The fauna here is diverse with simian species like apes, lemurs, orangutans, reptiles crawling from tree to tree, animals like hippopotamus and crocodile that mostly dwell in water, and birds like parrot, hornbills, etc. Fauna എന്ന് പറഞ്ഞാൽ ആനിമൽ സ്പീഷീസിനാണ് ഫോണ എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ ഫ്ലോറ എന്ന് പറയും. ഫോണ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സ്പീഷീസ് ഉണ്ട്? ഏപ്സ് ഉണ്ട്, ലെമേഴ്സ് ഉണ്ട്, ഒറങ്ങുട്ടൻസ് ഉണ്ട്,
റെപ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽസ് ലൈക്ക് ഹിപ്പോപ്പൊട്ടാമസ്, ക്രൊക്കഡൈൽ ആൻഡ് ദറ്റ് മോസ്റ്റ്ലി ഡ്വെൽ ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബേർഡ്സ് ലൈക്ക് പാരറ്റ്സ്, ഹോൺബിൽസ്, ഇതൊക്കെ ഈ ഒരു എവർഗ്രീൻ, ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റിലത്തെ ഒരു ഫോണ ആണ്, ആനിമൽ സ്പീഷീസ് ഇതൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത്. All places in the equatorial climatic regions are not forest lands. അതായത് ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള എല്ലാ സ്ഥലങ്ങളും ഫോറസ്റ്റ് ലാൻഡുകളല്ല. In some places like Brazil, Malaysia and Indonesia which falls in this climatic region, agriculture, mining and industrial activities are effectively practiced. അതായത് ചില സ്ഥലങ്ങളിൽ ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ അവര് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈനിങ് ആക്ടിവിറ്റീസ്, കുഴിച്ചെടുക്കില്ലേ ഓരോ മൈനിങ്, അതായത് അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഫാക്ടറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദീസ് പ്ലേസസ് ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു ബിഗ് സിറ്റീസ്. ഈ സ്ഥലങ്ങളൊക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? വലിയ വലിയ സിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ ചെറിയ ചെറിയ നോട്ട്സുകൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്